പ്രിയപ്പെട്ടവരെ, സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ നാടൻ രീതിയിലുള്ള ഒരു റൊട്ടി ഉണ്ടാക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നരി കൊണ്ടുള്ള റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഈ ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 3 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് നല്ല ജീരകം, 1 ഗ്ലാസ് നാളികേരം ചെരുകിയത്. വെള്ളം ഈ ഗ്ലാസ് കൊണ്ട് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. റൊട്ടിയുടെ ഷേപ്പിനായി ഈ വളയമാണ് എടുത്തിട്ടുള്ളത്. ഈ വളയത്തിലാണ് നമ്മൾ റൊട്ടി ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള വെള്ളത്തിലേക്ക് ഈ നാളികേരം 1 ഗ്ലാസ് ചേർക്കണം. അരിഞ്ഞു വെച്ച ഉള്ളിയും ജീരകവും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഈ വെള്ളം നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോ ഞാൻ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. റൊട്ടിയിൽ നാളികേരം കൂടുതലായി നിൽക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിന് നല്ലപോലെ തിളപ്പിക്കാം. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഉപ്പെല്ലാം പാകത്തിനാണ്. ഇതിലേക്ക് നമ്മൾ എടുത്ത അരിപ്പൊടി ചേർക്കാം. നല്ല പോലെ ഇളക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. വെള്ളം എല്ലാം വറ്റിയല്ലോ. അപ്പൊ വെള്ളം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടി നമുക്ക് ചേർത്താൽ മതി. നമ്മൾ എത്രയോ വെള്ളം വെക്കുന്നു അതിനനുസരിച്ച് പൊടി അതിൽ ചേർത്ത് നോക്കിയാൽ മതി, ഒരളവില്ലെങ്കിൽ തന്നെ. അരിപ്പൊടി എടുക്കുമ്പോൾ തരിയില്ലാത്ത അരിപ്പൊടി ചേർക്കണം. അപ്പത്തിനായിട്ടുള്ള പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി. ഇടിയപ്പത്തിനായി പത്തിരിക്കായി ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് മാത്രം ഉപയോഗിച്ച് റൊട്ടി ഉണ്ടാക്കിയാൽ മതി. ഇത് നല്ലോണം കൈ കൊണ്ട് നമുക്ക് കുഴച്ചെടുക്കണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കാം. പൊടി നല്ലോണം കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ദോശച്ചട്ടിയിലാണ് റൊട്ടി ചുട്ടെടുക്കാൻ പോകുന്നത്. ഇത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പൊടി എടുത്ത് ഒരു ഉരുളയാക്കിയിട്ട് ഈ വളയത്തിലേക്ക് വെക്കുക. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക 2 ഭാഗം. ഒരുപാട് പൊടിയിട്ട് കനത്തിലാക്കണമെന്നില്ല, കുറച്ച് പൊടിയിട്ട് ഇട്ടാൽ മതി. ഈ വളയത്തിൽ ഉണ്ടാക്കിയാൽ നമുക്ക് റൊട്ടി നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഇങ്ങനെ തട്ടിയാൽ ഇത് വിട്ടുപോരുന്നതാണ്. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇത് വെക്കാം. വെക്കുമ്പോൾ ചെറിയൊരു തീയിൽ വെച്ചാൽ മതി. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആദ്യമായിട്ടതൊന്ന് മറിച്ച് നോക്കാം.
നമുക്ക് ആദ്യം ഇട്ടതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട് ഞാൻ. റൊട്ടിയെല്ലാം നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ റൊട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് വേറെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി. ഇത് നാളികേരപ്പാൽ ചേർത്ത് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കറി ചേർത്തും കഴിക്കാം. കറി ഇല്ലെങ്കിൽ ഇത് തന്നെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് 4 മണി പലഹാരമായി ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം പറയുക.